അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ക്രാഫ്റ്റ് ചെയ്താൽ എന്താ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്റ്റിക്കിനോട്ടാണ്. എന്നിട്ട് എല്ലാം ഇങ്ങനെ കൂട്ടി എഴുതുക. ഇതുപോലെ പശ തേച്ചെടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ ആറാൻ വേണ്ടി കത്തിക്കുക. ആഴിക്കഴിഞ്ഞിട്ട് ശേഷം ഒരു പ്രശ്നം പറ്റിക്കായി. ഇതാട്ടോ പ്രശ്നം. ഇതെന്താ പശ തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇതാ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാട്ടോ എടുത്തിട്ടുള്ള. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം. വേണ്ടിക്ക് വേറൊരു പേപ്പർ കൊണ്ട് മൂടുകയും ചെയ്യാം. ഇതാ ഇതിങ്ങനെ കവർ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇന്നടക്ക് സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കാം. ഭംഗിക്കാണ് ഈ സ്റ്റിക്കറോട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. ഇത് ഒട്ടിച്ചപ്പോൾ ചെറിയതായോ എന്നൊരു സംശയം. അപ്പം ഞാൻ വീണ്ടും ഒട്ടിക്കാൻ ചോദിച്ചു. ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഈ സ്റ്റിക്കർ പറിച്ചപ്പോഴാണ് കുറച്ചുകൂടി ഭംഗി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തായാലും കളിക്കൊടുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഒന്നും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുക്കാം. ഇതെല്ലാം കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതെടുക്കുന്ന കൺഫ്യൂഷനപ്പെട്ട് പിന്നെ ഞാൻ രണ്ട് കളിപ്പിച്ച് ഈ ഒരു മുട്ട കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഗൈസ് വേറൊരു പ്രശ്നം കണ്ട. എൻ്റെ കയ്യിൽ ഈ സ്റ്റിക്കറിലായിരുന്നു ഞാൻ ഇപ്പോൾ ഓർത്ത്. എൻ്റെ മൈൻഡ് ഓരോ സമയത്ത് ഓരോ കാര്യമാണ്. അത് നമുക്ക് ഈ സ്റ്റിക്കർ നിർത്തുന്ന തിരഞ്ഞെടുക്കാം. ഗൈസ് സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ ഭംഗിയില്ലേ? ബാക്കിലും അതുപോലെ തന്നെ മുമ്പിലും ഇങ്ങനെയുണ്ട്. ഭംഗിയില്ലേ? ഇതാണ് ഫൈനൽ ടച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.